ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്കൂളൊക്കെ തുറക്കാറായി, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസിലായിരിക്കും അമ്മമാരൊക്കെ. അപ്പോൾ എല്ലാം ഹാപ്പിയായി നടക്കട്ടെ. നമ്മളിവിടെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ സ്വീറ്റ് പൊട്ടേറ്റോ ആണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിൽ പറയാനില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കാരണം സ്വീറ്റ് പൊട്ടേറ്റോ ഒക്കെ കുക്ക് ചെയ്യാൻ ആർക്കാണ് അറിയാത്തത് അല്ലേ? എന്നാലും കാണിച്ചുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടില്, അതായത് പാലക്കാട്, ഇതിനെ മധുരക്കിഴങ്ങ് എന്ന് എല്ലാരും പറയാറുണ്ട്. അതല്ലാണ്ട് ശർക്കരവള്ളി കിഴങ്ങ് എന്ന് പറയാറുണ്ട് കേട്ടോ. എന്റെ അച്ഛമ്മയൊക്കെ പറയാറുള്ളത് ശർക്കരവള്ളി കിഴങ്ങ് എന്നായിരുന്നു. എന്ന് വെച്ചാൽ ശർക്കര പോലെയുള്ള കിഴങ്ങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടേറ്റോ അല്ലെങ്കിൽ ശർക്കരവള്ളി കിഴങ്ങ് ഇതൊക്കെ നമുക്ക് കോമൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനും മോളും കൂടിയിട്ടാണ്, മോളാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ രണ്ട് കൈയും യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് നിർബന്ധമായിട്ടും അവൾ ഇല്ലാണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. വേറെ ആരും തന്നെ എനിക്ക് ഇതിൽ സപ്പോർട്ടും ചെയ്യാറില്ല കേട്ടോ. അപ്പൊ ഞാൻ അവളോട് പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ കൈ മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം വേറെ ഒന്നും ഞാൻ അങ്ങനെ ഫേസ് കാണിച്ചുകൊണ്ടല്ലല്ലോ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് അത് ഫേസ് കാണിച്ചുകൊണ്ട് ഇട്ടൂടെന്ന്. പക്ഷെ എനിക്ക് അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല എൻ്റെ ഭാഗത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, പിന്നെ ഞാൻ കുറച്ച് നല്ലോണം ഷൈയും കൂടിയാണ്. ഈ ഫേസ് കാണിച്ചൊക്കെ വീഡിയോ ഇടുന്നതിനോട് അത്ര അങ്ങോട്ട് എന്താ പറയാ, കോപമായിട്ടില്ല എൻ്റെ മനസ്സെന്ന് പറയുന്നത്. ചിലപ്പോൾ ആവുമായിരിക്കും ഇനിയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടേറ്റോ ആണ്. അപ്പൊ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഈ സ്വീറ്റ് പൊട്ടേറ്റോ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് മണ്ണിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഭയങ്കര മണ്ണുണ്ടായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മണ്ണായിരുന്നു ഇതിനുണ്ടായിരുന്നത്. പിന്നെ അത് പോരാന്നിട്ട് കുറച്ച് പഴക്കം എന്ന് വെച്ചാൽ 1-2 ദിവസമായിട്ടുള്ള കിഴങ്ങാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നല്ലോണം ഈ അതിന്റെ മുറിച്ചെടുത്ത ഭാഗങ്ങളൊക്കെ നല്ലോണം കറുപ്പടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കളഞ്ഞ് എന്നിട്ടാണ് ഞാൻ ഇത് വാഷ് ചെയ്ത് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം ചെത്തിക്കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത്, ഞാൻ വാഷ് ചെയ്യുമ്പോൾ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വാഷ് ചെയ്തത്. അപ്പൊ കുറച്ചുകൂടെ മണ്ണും ചളിയും ഒക്കെ പോകും. പിന്നെ വീഡിയോഗ്രാഫർ വീഡിയോ നന്നായി എടുക്കുന്നില്ല, പോട്ടെ. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് എവിടേക്കോ പോയതാണ്. അങ്ങനെ നമ്മുടെ പാല് കൊണ്ടുവരും ഒരു അങ്കിൾ. അപ്പൊ പുള്ളിയുടെ നിന്ന് പാലൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പാലെല്ലാം നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ, ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെച്ച് വീണ്ടും നമ്മൾ ഈ പരിപാടിയിലോട്ട് വന്നു. കണ്ടോ, ഇത് ഭയങ്കര കറുപ്പടിച്ചിട്ടുള്ള ഒരു കിഴങ്ങാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, കേട് വന്നിട്ടില്ല കേട്ടോ. നമുക്ക് കേട് വന്ന ഒരു കയ്പ് ഫീൽ ഉണ്ടാവും. എനിക്ക് പൊതുവെ പണ്ടൊക്കെ ഞാൻ ഈ ശർക്കരവള്ളി കിഴങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കഴിക്കുക എങ്ങനെയാണെന്നറിയോ, പച്ചക്കാണ് കഴിക്കുക. എനിക്ക് പച്ചക്ക് ഇത് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ വേവിച്ചിട്ട് കഴിക്കാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷെ ഭയങ്കര വൈറ്റമിൻ ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ട വളരെ നല്ലൊരു ഫുഡാണ് ഈ സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് പറയുന്നത്. മാഷ് ചെയ്തിട്ടൊക്കെ വളരെ ചെറുപ്പത്തിൽ, എന്ന് വെച്ചാൽ 1 വയസ്സുള്ള കുട്ടിക്കോട്ട് ഇത് കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ എന്താ പറയാ, വൈറ്റമിൻസ് ഇതിലുണ്ട്. എന്തായാലും ഡൈജഷന് പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞിട്ട് തന്നെ ഞാൻ മോളെ കഴിപ്പിക്കാറുണ്ട്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ കുറച്ച് ഇഡ്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ലിയുടെ ഒപ്പം കിട്ടുന്ന ഒരു പൊടിയാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ കുറച്ച് എണ്ണ ചാലിച്ചിട്ട് അവള് അത്യാവശ്യം നന്നായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെളിയിലുള്ള പൈപ്പാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിൽ കുറേ അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം എടുത്ത് കുക്കറിൽ, അല്ല ഫിൽറ്ററിൽ തന്നെ നേരിട്ട് വെള്ളം എടുത്തു. അത്യാവശ്യം നല്ലോണം വെള്ളം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. നേരെ സ്റ്റൗ ഓഫ് ചെയ്യുന്നു. 3 വിസിൽ, ഇത്രേ വേണ്ടുള്ളൂ. എൻ്റെ പാല് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ ചായ വെക്കണം, ശർക്കരവള്ളി കിഴങ്ങും കൂടെ കഴിക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ ബൈ.